എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കുറച്ച് കിച്ചൺ ക്ലീനിങ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതുമായ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ നമുക്ക് ചായ ആണെങ്കിൽ ചായ, അല്ലെങ്കിൽ കോഫി, അത് നമുക്ക് രാവിലെ ഒരു ചായയോ കോഫിയോ കുടിച്ചിട്ട് പണികൾ തുടങ്ങാം. ആദ്യം നമ്മൾ അടുക്കളയുടെ ഡോറും ജനലും എല്ലാം തുറന്നിടും. അത് കഴിഞ്ഞിട്ട് ഈ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദ കാര്യമാണ് ഈ ഏപ്രൺ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഡ്രസ്സിൽ വെള്ളം വീഴത്തില്ല, ഡ്രസ്സ് അഴുക്കാകത്തില്ല, നല്ലൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് എൻ്റെ അടുക്കളയിൽ ഒരു റേഡിയോ ഇരിപ്പുണ്ട്. അതിൽ എപ്പോഴും ഞാൻ FM-ഉം പെൻഡ്രൈവിൽ പാട്ടും ഒക്കെ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ മാവെല്ലാം റെഡിയാക്കി പുട്ടങ്ങ് വാരി വെച്ചു. കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു ഇന്നത്തേക്കും കൂടി. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ചൂടാക്കി അതിനെ ഒന്ന് റെഡിയാക്കി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒരു പുതുമയ്ക്ക്, ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കടുകൊക്കെ ഒന്നുകൂടി ഒന്ന് താളിച്ചൊഴിച്ച് കുടിക്കാനുള്ള വെള്ളം ഒരു ബോട്ടിലിൽ അവിടെ ആക്കി വയ്ക്കും. അപ്പോൾ അത് നമ്മൾ പണിയുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാം. അതുമൊക്കെ ചെയ്ത് വെച്ച് കടലക്കറി ചൂടാക്കി ഇനി അതിനകത്ത് ഇത്തിരി ഒന്ന് താളിച്ച് ഇടാനാണ്. അപ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസം, ഒരു നല്ല രുചിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഒന്ന് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പുട്ടെല്ലാം നമ്മൾ റെഡിയാക്കി. ഇന്ന് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ട് ഒരാൾക്ക് മാത്രമേ ഉള്ളത് എടുത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മാവെല്ലാം റെഡിയാക്കി വയ്ക്കും. കുട്ടികൾ താമസിച്ച് എഴുന്നേറ്റ് വരികയാണെങ്കിൽ അവർക്ക് അപ്പോഴും ഉണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ. പുട്ടൊക്കെ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതത്രയും കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം സ്റ്റൗവിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകിയെടുത്തു. നമ്മൾ ഡെയിലി കിച്ചൺ അടുപ്പ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തിടണം. അടുപ്പ് തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അടുക്കള കയറുമ്പോൾ ഒരു ഫ്രഷ് ലുക്കാണ്. അപ്പോൾ അത് എപ്പോഴും പാചകം കഴിയുന്ന ഉടനെ അത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. അത് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി മാറ്റി അത് കഴിഞ്ഞിട്ട് സിങ്കും കൂടി ഒന്ന് വൃത്തിയാക്കുകയാണ്. സിങ്ക് ഈ പറഞ്ഞ കണക്ക് ഡെയിലി 2-3 പ്രാവശ്യമൊന്നും ആരും ചെയ്യത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് കഴിഞ്ഞാൽ സൈഡിലിരിക്കുന്ന അഴുക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് സിങ്ക് കഴുകി കഴിഞ്ഞാൽ സിങ്ക് അങ്ങ് ഭയങ്കരമായിട്ട് അതിനകത്ത് സ്ക്രാച്ചസ് ആവും. അതുകൊണ്ട് ഞാൻ സ്റ്റൗ തുടയ്ക്കുന്ന തുണി വെച്ച് തന്നെയാണ് ഈ നമ്മൾ സോപ്പ് വെച്ചിട്ട് കുളിക്കുന്ന സോപ്പ് തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം. അത് വെച്ചിട്ട് തന്നെയാണ് കഴുകി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൈക്കൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ആ സാധനങ്ങളെല്ലാം സോപ്പ് വയ്ക്കുന്നതും ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ അപ്പോഴേ തന്നെ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെ മുകളിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കിച്ചനൊന്ന് തൂത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിടുകയാണ്. കിച്ചൻ ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല. അങ്ങനെ 1-8 ദിവസങ്ങളിൽ കിച്ചനൊന്ന് നന്നായിട്ട് തുടച്ചിടും. അല്ലെങ്കിൽ അഴുക്കിങ്ങനെ പറ്റി ചവിട്ടി പിടിച്ച് അത് പോകത്തില്ല. ഞാനിത് ഇത്രയായിരുന്നു ഇന്നത്തെ രാവിലത്തെ പണികൾ. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്കത്തെ പണികളൊന്നുമില്ല. അതുകൊണ്ടാണ് രാവിലെ അങ്ങ് അടുക്കള ക്ലീൻ ചെയ്തിട്ടത്. ഇല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ പണിയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.